ലോകരാജ്യങ്ങളോടും വേൾഡ് ബാങ്കിനോടും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ. ജയ്സൽമീറിലെ അതിർത്തി ഗ്രാമങ്ങൾ സൈന്യം ഒഴിപ്പിക്കുന്നു. ചണ്ഡീഗഡിൽ ഡ്രോൺ ആക്രമണ മുന്നറിയിപ്പ് നൽകി വ്യോമസേന. വിവരങ്ങളുമായി PS വിനയ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. വിനയ, ലോകരാജ്യങ്ങളോട് ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യയുടെ തിരിച്ചടി ശക്തമായി തന്നെ ഏറ്റു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ലോക രാജ്യങ്ങളോടും അതോടൊപ്പം തന്നെ വേൾഡ് ബാങ്കിനോടും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പാക് ഭരണകൂടത്തിന്റെ ഒരു എക്സ് പോസ്റ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ വലിയ തോതിലുള്ളതാണ്. ഏതാണ്ട് 1600 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നികത്താനും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. യുദ്ധം എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും നാളായി ഈ ഒരു 3-4 ദിവസമായി നടക്കുന്ന ഈ സംഘർഷത്തെ ഇന്ത്യ ഇതുവരെയും യുദ്ധം എന്ന് വിളിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു യുദ്ധം നടക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് അന്താരാഷ്ട്ര മറ്റ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഭരണകൂടങ്ങളും മറ്റ് ലോകരാജ്യങ്ങളും ലോകബാങ്കും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർക്ക് സാമ്പത്തിക സഹായം നൽകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഒരു ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. ഇതുമായി കൂടി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. കാരണം പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന് പറയുന്ന വേൾഡ് ബാങ്കിൻ്റെതായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായ ടാസ്ക് ഫോഴ്സിന്റെ കരിമ്പട്ടികയിൽ പെടുത്തണം എന്നുള്ള ഒരു കാര്യം ഇന്ത്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ഭീകരതയെ പരിപോഷിപ്പിക്കാൻ, ഭീകരർക്ക് പരിശീലനം നൽകാനൊക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന് നൽകരുത്, പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നുള്ളൊരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അത് ഇന്ത്യ ശക്തമാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം നടന്ന സമയത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റേതായിട്ടുള്ള ഒരു എക്സ് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു സാമ്പത്തിക സഹായം നേടി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തകർച്ച ആ രാജ്യത്തുണ്ടായിരുന്നു. തീർത്തും തകർന്നടിഞ്ഞ ഒരു സാമ്പത്തികാവസ്ഥയുള്ള രാജ്യമാണ്. ഈ യുക്രൈനൊക്കെ ചില ആയുധങ്ങൾ വിറ്റുകൊണ്ട് പണം സമാഹരിക്കാനൊക്കെ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു എക്സ് പോസ്റ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് ജയ്സാൽമീറിൽ അതിർത്തി ഗ്രാമങ്ങൾ സൈന്യം ഒഴിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം മുതൽ വലിയ തോതിലുള്ള ഒരു ഡ്രോൺ മിസൈൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെയെല്ലാം ശക്തമായി പ്രതിരോധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സൈനിക കേന്ദ്രങ്ങളെ പോലും ആക്രമിക്കാൻ ഇതുവരെയും പാകിസ്ഥാന്റെ ഒരു ആയുധത്തിനും സാധിച്ചിട്ടില്ല. അവരുടെ ഡ്രോണുകളെയും അതോടൊപ്പം തന്നെ മിസൈലുകളെ എല്ലാം തന്നെ നമ്മൾ ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 സുദർശന ചക്ര ഉപയോഗിച്ചുകൊണ്ട് നിർവീര്യമാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജയ്സാൽമീറിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജയ്സാൽമീറിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ ജയ്സാൽമീറിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നലെ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അത് നമ്മൾ പരാജയപ്പെടുത്തുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ രാജ്യത്തൊട്ടാകെ വലിയ കനത്ത ജാഗ്രത തുടരുകയാണ്. നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കഴിയാത്തതിലുള്ള ഒരു ദേഷ്യം പാകിസ്ഥാൻ തീർക്കുന്നത് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഷെല്ലാക്രമണം നടത്തിയും നിരപരാധികളായ സാധാരണക്കാരെ ഉപദ്രവിച്ചുമൊക്കെയാണ്. അത്തരത്തിൽ പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ഏത് രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അതിന് കനത്ത തിരിച്ചടി, അതായത് ഒരടി ഇങ്ങോട്ട് വെച്ചാൽ 10 അടി തിരിച്ച് അങ്ങോട്ട് കൊടുക്കുമെന്നുള്ളൊരു കാര്യം കൃത്യമായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തന്നെ ഈ കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള തിരിച്ചടി
തിരിച്ചടികളാണ് കൃത്യമായി പാകിസ്ഥാന് കൊടുത്തത് എന്നുള്ളത് സംബന്ധിച്ച് ഇന്നലെയും മിനിയാന്നുമായി എല്ലാം നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ വിദേശകാര്യ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും എല്ലാം തന്നെ വിശദീകരിച്ചാണ്. ഇന്നും അതേപോലെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയത്തിൽ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളുടെ ഒരു അവസ്ഥ, അത് സംബന്ധിച്ച് എടുത്തിരിക്കുന്ന നടപടികൾ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അത് ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കനത്ത ജാഗ്രതയിൽ രാജ്യം തുടരുകയാണ്. അതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട കാര്യമാണ്, കേരളത്തിലും ഇത് സംബന്ധിച്ചുള്ള കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്.